ഹേ ടീം, വെൽക്കം ടു വെൽത്ത് പേ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇൻ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് കറണ്ട്ലി ഉള്ള ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് സേഫ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. അതായത് ഇപ്പോൾ ഉള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഒരു ബീറിഷ് ട്രെൻഡാണ്, ഒരു സെല്ലിംഗ് ട്രെൻഡ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഫണ്ട് എങ്ങനെ നമുക്ക് സേഫാക്കി വെക്കാം, ഒരു വലിയൊരു ഹ്യൂജ് റിസ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് ലോസിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺസെപ്റ്റ് ഇൻ ദ സെൻസ് അതിലുള്ള കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നവംബർ 2024 ഇതിന് ശേഷം മേ ബി ഒരു 2-3 മന്ത്സിന് ശേഷം ഇതിന് വാലിഡിറ്റി എന്തോരം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഈ ഒരു പർട്ടിക്കുലർ PPTക്ക്. ബിക്കോസ് ഇപ്പോൾ ഉള്ളൊരു സിനാരിയോ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് ഇതുപോലൊരു ക്രാഷ് വന്നാൽ പോലും നമുക്ക്, അല്ലെങ്കിൽ ഇതുപോലൊരു ഹ്യൂജ് സെൽ ഓഫ് ഒക്കെ വന്നാലും നമുക്ക് ഇതൊരു മെത്തേഡ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാലും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഉള്ള കറണ്ട് സിനാരിയോ വെച്ചിട്ടാണ്. നമുക്ക് സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഇൻ കറണ്ട് മാർക്കറ്റ് കണ്ടീഷനിലുള്ള ഇപ്പോൾ ഉള്ള മാർക്കറ്റ് കണ്ടീഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഉള്ള മാർക്കറ്റ് മേജർ ഈ ഒരു ബിയറിഷ് ട്രെൻഡിനുള്ള 2 കാരണങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വിറ്റിയിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. ഓവർവ്യൂ ഓഫ് കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ. അതായത് കറണ്ട് മാർക്കറ്റ് കണ്ടീഷനിലുള്ള മേജർ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ FIAസിൻ്റെ സെല്ലിംഗ് ആണ്. അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൽ ഓഫ് ആണ് മേജർ ഒരു റീസൺ. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് വോളറ്റിലിറ്റി ഡ്രിവൺ ബൈ ദ FIAs ഔട്ട്ഫ്ലോസ്. അതായത് FIAs സെല്ല് ചെയ്ത് വേറെ കൺട്രീസിലേക്ക് പോയതാണ് മേജർ ഒരു റീസൺ. ബട്ട് അത് നമുക്ക് ഒരു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു 10-20% ഇൻ ബിറ്റ്വീൻ ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു ബിയറിഷ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു -10-20%. അതിനുള്ളൊരു മേജർ റീസൺ നമുക്കൊരു കാര്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് ഒന്നും നടന്നിട്ടില്ല. അതിന് കാരണം FIAസിൻ്റെ ഒരു സെല്ലിംഗ് ഗ്രാഫാണ് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ FIAs സെല്ല് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇവിടെ DIS, അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ലൈക്ക് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, നമ്മുടെ ബാങ്ക്, അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ബൈയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോമാറ്റിലാണ് പോയത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു 10-20% ഉള്ളിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ബിയറിഷ് മൊമെൻറ്റം കാണിച്ചത്. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ മേജർ ഇപ്പോൾ ഉള്ള കറണ്ട് സിനാരിയോയിൽ മേജർ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ FIAs സെല്ല് ചെയ്ത് പോയതാണ്. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു റൈസിങ് ഗ്ലോബൽ ഇൻട്രസ്റ്റ് റേറ്റ് അട്രാക്റ്റിംഗ് ക്യാപിറ്റൽ അവേ ഫ്രം ദ ഇക്വിറ്റീസ്. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് വേൾഡ് ബാങ്ക്സ് എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആളുകൾ ലോൺ എടുക്കുന്നതിൻ്റെ എമൗണ്ട് കുറയും. അപ്പോൾ അതിന് പകരം ആളുകൾ ഓൾറെഡി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന അവരുടെ സ്റ്റോക്കുകളോ ഇക്വിറ്റീസ് എല്ലാം സെല്ല് ചെയ്തിട്ട് അത് യൂസ് ചെയ്തിട്ട് അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ലോൺ എടുക്കുന്നത് കുറയുമ്പോൾ അവരുടെ ഓൾറെഡി ഉള്ള സ്റ്റോക്സ് എല്ലാം സെല്ല് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ വേറൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ചെറിയൊരു ഇടിവ് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടുമാണ് മേജർ ഒരു റീസൺസ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ള കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ്റെ ഒരു മേജർ റീസൺസ്. പിന്നെ വാട്ട് മേക്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ്. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സേഫ് ഏരിയാസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് പോയിൻ്റാണ് ലോ വോളറ്റൈലിറ്റി. ലോ വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി തരാം. അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ്, ഒരു പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻസ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 100 രൂപയുടെ ഒരു സ്റ്റോക്ക് ഒരു ഡേ ഒരു 130 അല്ലെങ്കിൽ 140 രൂപ വരെ പോയിട്ട് പിന്നെ തിരിച്ച് നേരെ താഴത്തേക്ക് ഒരു 60 രൂപ വരെ വരുമ്പോൾ ഒരു ഹൈ ഫ്ലക്ച്വേറ്റിംഗ്, ഒരു ഹൈ വോളറ്റൈലായിട്ടുള്ളൊരു സ്റ്റോക്കാണത്. അതിന് പകരം അതിപ്പോൾ ഒരു 100 രൂപയിൽ നിന്ന് ഒരു 2 രൂപ പോയി, ഒരു 98 രൂപ പോയി, അങ്ങനെ പോവുകയാണെങ്കിലും അത് അത്ര വോളറ്റൈൽ അല്ലാത്തൊരു സ്റ്റോക്കാണ്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഒരു വോളറ്റൈലിറ്റി. അപ്പോൾ ലോ വോളറ്റൈലിറ്റി ആയിരിക്കണം, എന്നാലാണ് അത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേഫായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പ്രൈസ് മൂവ്മെൻറ്റിൽ ലൈക്ക് ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ വോളറ്റൈലാണ്, പെട്ടെന്നുള്ളൊരു മൂവ്മെൻറ്റാണ്. ഒരു 7% ഒക്കെ ക്വിക്ക്ലി മേളിലേക്കും താഴത്തേക്കൊക്കെ വരാൻ ബിറ്റ് കോയിൻ ഈസിലി പറ്റും.
സോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ വോളറ്റിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്ത എന്തെങ്കിലും ഒരു ട്രേഡിംഗ് കമ്പോണൻറ്റ് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലോ ഒരു ഹ്യൂജ് എമൗണ്ട് ഡിഫറൻസ് വരാൻ പാടില്ല. നമ്മൾ തിരിച്ചത് സെല്ല് ചെയ്യാൻ നേരത്ത് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കില്ല, അത് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ്. അത് നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റണം. പിന്നീട് ആ വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. ആ പ്രിസർവേഷനാണ് പറയുന്നത്. ആ ക്യാപിറ്റൽ നമുക്ക് ഈസിലി സൂക്ഷിച്ച് വെച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ ക്യാപിറ്റൽ യൂസ് ചെയ്ത് നമ്മളുടെ കയ്യിലുള്ള ഫണ്ട് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിസർവ് ചെയ്ത് വെച്ച് പിന്നെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഈസിലി സെല്ല് ചെയ്ത് കളയാൻ പറ്റണം. സെല്ല് ചെയ്ത് അത് തിരിച്ചു ഒരു മണി ഫോമാറ്റിലേക്ക് ആക്കാൻ പറ്റണം. ആ ഒരു പ്രിസർവേഷൻ ബെറ്റർ ആയിരിക്കണം. അതാണ് ക്യാപിറ്റൽ പ്രിസർവേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രെഡിക്റ്റബിൾ ആൻഡ് കൺസിസ്റ്റൻറ്റ് റിട്ടേൺ. നമ്മുടെ റിട്ടേൺ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടേൺ ആയിരിക്കണം ഇതിനകത്ത് തരുന്നത്. അതായത് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് തരുന്ന കുറേ സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. പ്രെഡിക്റ്റബിൾ ആയിരിക്കണം, കൺസിസ്റ്റൻറ്റ് റിട്ടേൺസ് നമുക്ക് തരണം. അതായത് ഇപ്പോൾ ലൈക്ക് ഒരു FD ഒക്കെ പോലെ അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിക്വിഡിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ലിക്വിഡിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ലിക്വിഡിറ്റിയും വോളറ്റിലിറ്റിയും കൺഫ്യൂഷൻ ആവരുത്. ലിക്വിഡിറ്റി നമുക്കിപ്പോൾ വിചാരിച്ചപ്പോൾ തന്നെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റണം. അതായത് നമുക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, എനിക്ക് അല്ലെങ്കിൽ ഇത്ര രൂപയുടെ ഒരു സ്റ്റോക്ക് ഇരിപ്പുണ്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് ഉണ്ട്, ഞാനിപ്പോൾ അത് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ സെൽ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അവിടെ മേടിക്കാൻ ആളുണ്ടാവണം. അതാണ് എൻ്റെ ഒരു ലിക്വിഡിറ്റി എന്ന് പറയാം. മനസ്സിലായോ? അതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ സെല്ല് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ 100 സ്റ്റോക്ക് ഉണ്ട്, ഞാനിപ്പോൾ 100 സ്റ്റോക്ക് സെല്ല് ചെയ്യാനിട്ടു, എൻ്റെ ഒരു 20 സ്റ്റോക്കേ ആൾക്കാർ മേടിച്ചുള്ളൂ, ബാക്കി 80 സ്റ്റോക്ക് സ്റ്റിൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് ലിക്വിഡിറ്റി ഇല്ല, ആരും മേടിക്കാനില്ല. മനസ്സിലായോ? ആ ലിക്വിഡിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ഇപ്പോൾ നമ്മൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു കാര്യം കൺസിഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലിക്വിഡിറ്റി നമുക്ക് കുറവാണ്. ഒരു മേജർ സിറ്റീസിനെ കമ്പയർ ചെയ്ത് നോക്കുകയല്ല, ഒരു നോർമൽ ഒരു അർബൻ അല്ലാത്തൊരു ഏരിയയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് ലിക്വിഡിറ്റി വളരെ കുറവാണ്. മേടിക്കാൻ ആൾക്കാർ വളരെ കുറവാണ്. മനസ്സിലായോ? അതാണ് റിയൽ എസ്റ്റേറ്റിലൊക്കെ ഉള്ളൊരു റിസ്ക്. എന്നാൽ പോലും ഇപ്പോൾ അത്ര ഇഷ്യൂസ് ഇല്ല പണ്ടത്തെ അത്ര. എന്നാലും മേജർ സിറ്റീസിനെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴും ആ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂസ് റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് വാട്ട് മേക്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ്, എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് സേഫ് ആക്കണേ എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഇതിനെപ്പറ്റി ഞാൻ കുറേ ഒന്നും ഡിസ്കസ് ചെയ്യാനില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി വളരെ വളരെ പഴയതും ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ബട്ട് ഇതൊരു ലോക്കിൻ പീരീഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഈ ഒരു കറൻസി ഏരിയയിൽ നമുക്കൊരു 3 to 6 അല്ലെങ്കിൽ 3 to 8 മന്ത്സിനുള്ളിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് പിന്നെ റിക്കവർ ആവും. അപ്പോൾ നമുക്ക് ഇതിനൊരു ലോക്കിൻ പീരീഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഫണ്ട് തിരിച്ചെടുക്കണമെങ്കിൽ ആ റിസ്ക് ഒഴിവാക്കി നമുക്ക് ആ ഫണ്ട് തിരിച്ചെടുത്ത് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ട് നമുക്ക് എന്തോ ഒരു ഉപകാരമുണ്ട് എന്നുള്ളതിന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല. എന്നാൽ പോലും ഇതൊരു സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ബിക്കോസ് ഇതിനൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 6.5 to 7.5 റിട്ടേൺസ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ഇൻവോൾവ്ഡ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഈ ഒരു റിട്ടേൺ യൂസ് ചെയ്ത് പറ്റില്ല, FDയുടെ റിട്ടേൺ യൂസ് ചെയ്ത് പറ്റില്ല. ലൈക്ക് ഇപ്പോൾ ഒരു ഇൻഫ്ലേഷൻ ഒരു 6% ഉണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ ഒരു 5 വർഷം ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1 lakh FD ഇട്ട് 7% റിട്ടേൺ ഇട്ടിട്ടുണ്ടെങ്കിൽ 5 years ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ 1.4 lakh നമുക്ക് അതിനകത്ത് റിട്ടേൺ കിട്ടുള്ളൂ. ഇതേ സമയം നമ്മളിപ്പോൾ ഒരു ഇക്വിറ്റിയിലാണെങ്കിലോ വേറെ എന്തെങ്കിലും ആണെങ്കിൽ റിസ്ക് ഉണ്ടാവും, അതുപോലെ തന്നെ റിട്ടേണും വളരെ കൂടുതലായിരിക്കും. 1 lakh ഒരു 5 years കൊണ്ട് ചിലപ്പോൾ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആയിട്ടുണ്ടാവും. മനസ്സിലായോ? പക്ഷേ ചിലപ്പോൾ നേരെ തിരിച്ചും വരാം, നേരെ താഴത്തേക്കും വരാം. പക്ഷേ ഇത് ഒരു ഫിക്സഡ് റേറ്റിൽ നമുക്ക് ഇത് കിട്ടും, ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും. പക്ഷേ ഇത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇൻഫ്ലേഷൻ ഒരു 6% ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 0.5 to 1.5% നമുക്ക് ഇതിനകത്തുനിന്ന് പ്രോഫിറ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് സോവറിയൻ ഗോൾഡ് ബോണ്ട്സ്. ഇത് നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പോണൻ്റ് ആണിത്. ആക്ച്വലി ഈ ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ബോണ്ടുകളായിരിക്കും നമുക്ക് തരാം. കുറച്ചൊരു വലിയ ടോപ്പിക്കാണ് ഗവൺമെൻറ് ബോണ്ട്സ്, ഗവൺമെൻറ് തരുന്ന അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. എന്നാലും നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കുക, ഗോൾഡിനെ
ഗോൾഡിൻ്റെ പ്രൈസിന് അനുസരിച്ച് ഗവൺമെൻറ് കുറച്ച് ബോണ്ടുകൾ ഇറക്കും. അത് ഗവൺമെൻറ് തന്നെ ഇറക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സേഫസ്റ്റ് ഫോമാറ്റ്. അതായത് ഗവൺമെൻറ് തരുന്നതാകുമ്പോൾ നമുക്ക് അത്രയും വിശ്വസിച്ച് മേടിക്കാം. പക്ഷേ ഇതിനൊരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഇത്ര വർഷം ഇത് ഹോൾഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, നമുക്ക് റിസ്ക് വളരെ കുറവാണ്. ഫിസിക്കൽ ഗോൾഡ് സ്റ്റോർ ചെയ്യുന്ന പോലുള്ള അത്രയും റിസ്ക് ഇല്ല. ഇതിൻ്റെ തന്നെ ഈ ഒരു ഗോൾഡ് ബോൺസിൻ്റെ തന്നെ വേറൊരു മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ റിസ്ക് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ലിക്വിഡിറ്റി. അതായത് നമുക്കൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്, ഇത്ര വർഷം ഇത് ഹോൾഡ് ചെയ്യണമെന്നുണ്ട്. ആ ബോണ്ട് ഹോൾഡ് ചെയ്താലാണ് നമുക്കത് പിന്നെ അതിനകത്തു നിന്നുള്ള റിട്ടേണും കാര്യങ്ങളെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര ദിവസം ഇത് ഹോൾഡ് ചെയ്യേണ്ടതുണ്ട്, ഒരു മെച്യൂരിറ്റി പീരീഡ്. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ ഇത് സെല്ല് ചെയ്ത് കളയാനുള്ളൊരു ലിമിറ്റേഷൻ ഇതിനകത്തുണ്ട്. പക്ഷേ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റും സോവറിൻ ഗോൾഡ് ബോൺസിൻ്റെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ നമുക്ക് ഈ ലിക്വിഡിറ്റി ഇഷ്യൂസും അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വളരെ കുറവാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ETF. ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ബ്രോക്കറിൻ്റെ അടുത്ത് പോയി നമുക്ക് ഈസിലി ഒരു സ്റ്റോക്ക് മേടിക്കുന്ന ആ ഒരു ലാഘവത്തോടെ നമുക്ക് ഈസിലി ഈ ETF മേടിച്ചിടാം. അതായത് വളരെ എളുപ്പമായിട്ട് നമുക്ക് മേടിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഈ ഗോൾഡ് ETF സേഫ് ആകാനുള്ളൊരു മേജർ റീസൺസ് നമ്മളിവിടെ കുറച്ച് പോയിന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ETFs ആർ ബാക്ക്ഡ് ബൈ ഫിസിക്കൽ ഗോൾഡ് എൻഷുറിങ് ദ ഇൻട്രിൻസിക് വാല്യൂ. അതായത് ഒറിജിനലി ഉള്ള ഗോൾഡിൻ്റെ, ഫിസിക്കൽ ഗോൾഡിൻ്റെ ആ വാല്യൂന്ന് ഡെറിവേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ ഗോൾഡ് ETFന് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡ് എങ്ങനെ മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് ഈ ഗോൾഡ് ETFും ഇതൊരു ഡിജിറ്റൽ ഗോൾഡാണ്. നമ്മുടെ സ്റ്റോക്ക് മേടിച്ചിരിക്കുന്ന പോലെ നമുക്ക് ഡിജിറ്റലി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് ഈ ഗോൾഡ് ETF. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ ഗോൾഡിനെ ഇൻട്രിൻസിക് വാല്യൂ അതിനകത്ത് ഡെറിവേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗോൾഡ് ETFിൻ്റെ വാല്യൂസും അത് മൂവ് ചെയ്യുന്നതും അങ്ങനെയാണ്. പിന്നെ ഇത് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ ആൻഡ് പ്രിസർവ് വെൽത്ത്. അതായത് ഇപ്പോൾ ഉള്ള മാർക്കറ്റ് കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗോൾഡ് ETF. ബിക്കോസ് നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റോക്സും ഇക്വിറ്റീസ് എല്ലാം താഴെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സെല്ല് ചെയ്തിട്ട് നമ്മൾ ഗോൾഡിൽ മേടിച്ചിടും. ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അതായത് അവിടെ നിന്നുള്ള ഫണ്ടിൻ്റെ എല്ലാ ഫ്ലോയും ഗോൾഡിലേക്ക് വരും. ഗോൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഇതുപോലെ സംഭവിക്കാം. കാര്യം ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം ഇപ്പോൾ ഉള്ളൊരു അൺസർട്ടനിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗോൾഡിൽ നിന്നുള്ള വിറ്റിട്ട് പിന്നെ സ്റ്റോക്കിൽ കൊണ്ടിടും. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് ഡൗൺ ആവും, ഈ ഇക്വിറ്റീസ് നമ്മുടെ അല്ലാത്ത സ്റ്റോക്സിൻ്റെ പ്രൈസൊക്കെ പിന്നെ ഇൻക്രീസ് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷണാലിറ്റി അങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കുറച്ച് അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈസിലി ട്രേഡബിൾ ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഹൈ ലിക്വിഡിറ്റി ഉണ്ട് ഇതിന്. നമുക്ക് വിചാരിച്ചപ്പോൾ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഗോൾഡ് ETF. പിന്നെ ഒരു റിസ്ക് കുറവാണ്. സ്റ്റോറേജ് ഇഷ്യൂസ്, ഫിസിക്കൽ ഗോൾഡ് സ്റ്റോർ ചെയ്യുന്ന പോലുള്ള ഇഷ്യൂസ് കുറവാണ്. നമുക്ക് ഡിജിറ്റലി സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മളെ മേടിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. അതിനകത്ത് വേറെ ഇപ്പോൾ പണിക്കൂലി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ പോർട്ട്ഫോളിയോനെ സ്റ്റെബിലൈസ് ചെയ്യാൻ, ഇപ്പോൾ ഡൗൺ ടൈമിലുള്ള പോർട്ട്ഫോളിയോനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഗോൾഡ് ETFs ഹെൽപ്പ് ചെയ്യും. പിന്നെ റിസ്ക് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ക്യാൻ ഫ്ലക്ച്വേറ്റ് ഡ്യൂ ടു ദ ഗ്ലോബൽ എക്കണോമിക് ഫാക്ടേഴ്സ്. അത് എല്ലാ ഒരു ട്രേഡിംഗ് പാർട്ടിലുള്ള സംഭവമാണ് റിസ്ക്. ഈ ഗ്ലോബൽ എക്കണോമിക് ഫാക്ടേഴ്സ് വന്നാൽ എല്ലാത്തിൻ്റെയും റേറ്റ് കൂടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനും അതുപോലെ തന്നെയാണ്. ആ ഗ്ലോബൽ ആ ഒരു ഫാക്ടർ വന്നുകൊണ്ട് FIIs സെല്ല് ചെയ്ത് പോയതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ള നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ഇടിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗോൾഡ് ETF ഒരു നല്ലൊരു മെത്തഡാണ്. നമുക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് ഫണ്ട് ഇപ്പോൾ ഒരു 2-3 മന്ത്സിലേക്ക് നമുക്ക് ഈസിലി ഈ ഒരു ഫണ്ട് ഇതിൽ ഗോൾഡ് ETFിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് ആ ഫണ്ട് അവിടെ സേഫായിട്ട് കിടക്കുകയും ചെയ്യും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫണ്ട് ഇതെല്ലാം സെല്ല് ചെയ്ത് പിന്നെ സ്റ്റോക്സ് നമുക്ക് മേടിച്ചിടാൻ പറ്റും ഗോൾഡ് ETFിൽ. FDയിലും ഈ സോവറിൻ ഗോൾഡ് ബോൺസിലും നമുക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് കുറവാണ്. ഓക്കെ, യെസ്, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതായത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഇതുപോലെ തന്നെ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അങ്ങനെ കുറേ മ്യൂച്വൽ ഫണ്ട് വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ ഇക്വിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ഇക്വിറ്റിയിലേക്കൊന്നും പോകുന്നില്ല. ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഫണ്ട് ഈസിലി നമുക്കിതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇതിലേക്ക് ഫണ്ട് മാറ്റിയിടാം. നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത് തിരിച്ച് എടുക്കാം. ഒരു 1 to 2 ഡേയ്സിൻ്റെ ഒരു
ഡിഫറൻസിൽ നമുക്ക് തിരിച്ച് നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റും, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഇപ്പോൾ ഞാനിത് പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡാണ്. ഇപ്പോൾ എനിക്കൊരു പർട്ടിക്കുലർ എമൗണ്ട് ഒരു 1 lakh ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇടും, ബാങ്ക് അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം. ബിക്കോസ് അതിന് ചിലപ്പോൾ ഒരു 1 to 5% ഉള്ള റിട്ടേൺ നമുക്ക് ആ 1 lakh തരും. കുറച്ച് നാളെടുത്താൽ പോലും ഒരു 3 months ഇപ്പോൾ എനിക്കൊരു ഫണ്ട് വേണ്ട, ആ ഫണ്ട് എനിക്ക് അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് റിട്ടേണേ കിട്ടുള്ളൂ. ചെറിയൊരു റിട്ടേൺ ആണെങ്കിൽ പോലും അതിനകത്ത് റിട്ടേണേ കിട്ടുള്ളൂ, അത് നമുക്ക് ലോസിൽ ചെന്ന് പെടില്ല. ഓക്കെ, ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഷോർട്ട് ടൈം പീരീഡ് ഇതിനകത്ത് വേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിനിപ്പോൾ ലോക്കിൻ പീരീഡ്സോ, മ്യൂച്വൽ ഫണ്ട്സിന് നോർമലി ലോക്കിൻ പീരീഡ് ഉണ്ട്, 1 year ഒക്കെ ലോക്കിൻ പീരീഡ്സ് വരും. ഇതിനാണ് ലോക്കിൻ പീരീഡ് ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഒരു 2 ദിവസം വേണമെങ്കിൽ ഹോൾഡ് ചെയ്ത് നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ തിരിച്ചെടുക്കാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് നൽകുന്നുണ്ട്. ഓക്കെ, ഇത് മെയിനായിട്ട് ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഞാൻ HDFCയുടെ ഒരു ഈ ഡെപ്റ്റ് ഫണ്ടിലിട്ടായിരുന്നു, ഒരു ഷോർട്ട് ടൈം ഫണ്ടിലിട്ടായിരുന്നു. ഇവർ കൂടുതലും ഗവൺമെൻറ്റിൻ്റെയും കോർപ്പറേറ്റിൻ്റെ ബോൺസിലാണ് ഇടുന്നത്. ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും. ഫണ്ട് നമുക്കിപ്പോൾ കുറച്ച് ഫണ്ട് ഇപ്പോൾ വലിയ കോർപ്പറേറ്റ്സ് അവരുടെ ഫണ്ട് ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അവർക്കപ്പോൾ അതിനകത്ത് നിന്ന് ചെറിയ റിട്ടേൺസ് കിട്ടും. അതുപോലെ തന്നെ അതൊരു ഹ്യൂജ് എമൗണ്ടിൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 100 crores 500 crores ഒക്കെ ഇങ്ങനെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലിട്ട് കോർപ്പറേറ്റ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അവരുടെ ഫണ്ട് അതവിടെ കിടന്ന് വർക്ക് ചെയ്യുകയാണ് ആക്ച്വലി. അതിനകത്ത് നിന്നൊരു ചെറിയ റിട്ടേൺസ് ഒക്കെ അവർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻസ് അവർ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ വലിയ ഫണ്ട് മാനേജേഴ്സ് ആ റിട്ടേൺ അവർക്ക് എടുക്കാം. ബിക്കോസ് ഇതൊരു വെറുതെ കിട്ടുന്നൊരു മണിയാണ്. അത്രയും ഫണ്ട് നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. അത് ഒരു അക്കൗണ്ടിൽ ഇടുന്നതിന് പകരം നമുക്ക് വെറുതെ ഒരു ഫ്രീ മണി കിട്ടുന്ന പോലെയാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. എനിക്ക് തന്നെ ഞാനിപ്പോൾ ഒരു 1 lakh ഇട്ടിട്ട് എനിക്ക് തന്നെ കിട്ടിയതിനകത്ത് നിന്നൊരു 500 something, അതായത് വെറുതെ ഒരു ഫ്രീ മണി നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടാൽ പോലും, നമ്മുടെ ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടാൽ പോലും നമുക്ക് അത്രയും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. ഒരു സേഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫണ്ട് ഇപ്പോൾ ഉള്ള കറണ്ട് സിനാരിയോയിൽ നമുക്കിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തഡാണ് ഈ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. അതുപോലെ തന്നെ ഗോൾഡ് ETFസും അത്ര ഇഷ്യൂസ് ഇല്ല. എന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡ് ETF കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സാണ് കുറച്ചുകൂടെ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് റിസ്ക് ഓൾറെഡി ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട് ഈ ഗവൺമെൻറ്. അത് എല്ലാത്തിലും ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട് ആക്ച്വലി. ഓക്കെ, ദെൻ നമുക്കിനി ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളത്, വൈ ഇക്വിറ്റി ഈസ് നോട്ട് കൺസിഡർ സേഫ് റൈറ്റ് നൗ. ശരിക്കും ഒരു ക്വസ്റ്റ്യനാണ്, നമ്മൾ എന്തുകൊണ്ട് ഇക്വിറ്റി ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ. ബട്ട് ഇതിനൊരു വേറൊരു പെർസ്പെക്റ്റീവ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് ബട്ട് നല്ലൊരു പെർസ്പെക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു പെർസ്പെക്റ്റീവാണ്, അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇക്വിറ്റി ഇതിപ്പോൾ നമ്മൾ ട്രഡീഷണലി സംസാരിക്കുന്ന ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പർട്ടിക്കുലർ ഇതിൽ പറയാൻ പോകുന്നത് ഹൈ വോളറ്റിലിറ്റി ആണ് മേജർലി നമ്മൾ ഈ ഒരു ടൈം പീരീഡിൽ കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഒരു മേജർ ഇഷ്യൂ. ഹൈ വോളറ്റിലിറ്റി ഉള്ള പ്രൈസിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻസ് ആണ് ഇതിനകത്ത് മേജർ ഒരു ഇഷ്യൂ. പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഇങ്ങനെ വരുന്നത് കൊണ്ട്, അതായത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്കണോമിക് ഇഷ്യൂസ്, ഈ FIS സെല് ചെയ്ത് പോകാമെന്ന് പറഞ്ഞൊരു വലിയ എമൗണ്ട് അവർ സെല് ചെയ്തിട്ട് വേറൊരു കൺട്രീസിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യും. അവിടെ നിന്നൊരു പ്രോഫിറ്റ് എടുത്തിട്ട് പിന്നെ തിരിച്ച് അവർ ഇങ്ങോട്ട് വരും. FISനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പോലും നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ടാണ് നമുക്ക് വലിയൊരു ലോസ് ഒന്നും വരാത്തത്. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ലോസിലേക്ക് പോയാണ് ടോട്ടൽ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി കൺസിഡർ ചെയ്യാത്തതിൻ്റെ ഒരു മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ ഒരു മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണ് ഇന്നത്തെ മേജർ ഒരു ഇഷ്യൂ. അത് പെട്ടെന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മുടെ DIS ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അതിനെ ടാക്കിൾ ചെയ്യാനുള്ള FIS സെല് ചെയ്യുന്നതിന് ഒപ്പം തന്നെ അവർ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റ് പെട്ടെന്ന് റിക്കവറി മോഡിലേക്ക് വരും. ഒരു 2-3-6 monthsനുള്ളിൽ നമുക്കൊരു റിക്കവറി കിട്ടാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ വേറൊരു കാര്യം, സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇൻ ദ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ ഫോർ ലോങ് ടൈം എന്ന് പറയുന്നത് മേ ബി ഒരു 1 year അത്രയും കൺസിഡർ ചെയ്താൽ മതി. ആക്ച്വലി ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ പെട്ടെന്നൊരു സ്റ്റോക്കുകൾ ഇപ്പോൾ ഡൗൺ ആയി കിടക്കുന്ന ഒരു മേജർ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളാണ്, എല്ലാ സ്റ്റോക്സും ഡൗൺ ആയിട്ട് കിടക്കും. ഒരു 20% ഒക്കെ ടാറ്റ മോട്ടോഴ്സൊക്കെ താഴെ വീണിട്ടുണ്ട്. ഞാൻ ബൈ ചെയ്തിട്ടതിന് ശേഷം എനിക്ക് 20% ലോസ് വന്നേക്കണം. ഞാനിതുവരെ സെല് ചെയ്തിട്ടില്ല. ഞാൻ ഇതിനകത്ത് പിന്നെയും ബൈ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ബൈ ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ബിയർ മാർക്കറ്റിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസാണ് ഏറ്റവും കൂടുതൽ. നമുക്കിപ്പോൾ കുറേ സ്റ്റോക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. ഇതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സിനാരിയോ. സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉള്ള ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ. ബിക്കോസ് ഇപ്പോൾ ബിയർ മാർക്കറ്റ് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഒരു മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് തരില്ല.
ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ഫണ്ട് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാനിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് നിങ്ങളുടെ ഫണ്ട് എങ്ങനെ സേഫാക്കി മാറ്റുക എന്നുള്ള, ആ ഫണ്ട് യൂസ് ചെയ്ത് നിങ്ങളൊരു കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആ ഫണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഡെപ്റ്റ് ഫണ്ടിലേക്കും അല്ലാതെ ഈ നമ്മുടെ ഈ ഗോൾഡ് ETFസിലേക്ക് ഇടുന്നതിന് പകരം ഇപ്പോൾ ഡൗൺ ആയി കിടക്കുന്ന, ഇപ്പോൾ മാർക്കറ്റൊക്കെ വന്ന് കിടക്കുന്ന ഈ ഒരു ഏരിയയിൽ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു 3 to 6 മന്തിനുള്ളിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് ഡബിൾ ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതാണ് ഏറ്റവും ഒരു ബെസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ. നിങ്ങളപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് വില്ലിങ് ആണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യുക, കുറച്ചൊന്ന് ക്ഷമിക്കുക. നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് ചിലപ്പോൾ താഴത്തേക്ക് പിന്നെയും പോകും. അപ്പോൾ നമ്മൾ പാനിക് ആവാതിരിക്കുക. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള എല്ലാ സ്റ്റോക്സും, അതായത് ഈ ബ്ലൂ ചിപ്പ് അല്ലെങ്കിൽ നിഫ്റ്റി 50 സ്റ്റോക്സ് എല്ലാം ഡൗൺ ആയിട്ടുണ്ട്. ആ സ്റ്റോക്കുകൾ തിരിച്ച് കയറില്ല എന്ന് നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാര്യം തിരിച്ച് കയറി അതിന് പറ്റുള്ളൂ. അതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് റൺ ചെയ്യണത് തന്നെ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ. അതിന് കയറാതിരിക്കാൻ വേറെ വഴിയില്ല. ഒരു ടാറ്റ മോട്ടോഴ്സ് ഇത്ര പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ, 20% ഡിസ്കൗണ്ടിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമുള്ള കാര്യമില്ല. ഞാനിപ്പോൾ ഒരു സ്റ്റോക്ക് എടുത്ത് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞാൽ മിക്ക സ്റ്റോക്കുകൾക്കും അങ്ങനെ തന്നെയാണ് ഒരു ആർക്ക് വന്നിരിക്കുന്നത്. ഒരു ഡൗൺ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു 40 to 50% റിട്ടേൺ മിനിമം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സ്റ്റോക്കിൽ നിന്നെല്ലാം കിട്ടും. ഈ ഹിസ്റ്റോറിക്കൽ ഡേറ്റാസൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിക്കോ, അതിനകത്തെല്ലാം ഇത് തന്നെയായിരിക്കും. ഇപ്പോൾ ഒരു ടെമ്പററി സെൻറ്റിമെൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൈസസ് ഓഫ് ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്ക് ഡിക്ലൈൻ ഡ്യൂ ടു ദ ടെമ്പററി മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. ടെമ്പററി ആയിട്ടുള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് മാത്രമാണ്. അത് എന്തായാലും ഓവർകം ചെയ്യും, ഈ സ്റ്റോക്കുകൾ തന്നെ ഓവർകം ചെയ്യും. ഓക്കെ, അപ്പോൾ ബിയർ മാർക്കറ്റ് വലിയൊരു ഓപ്പർച്യൂണിറ്റിയുടെ ഒരു മാർക്കറ്റാണ്. നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഗോൾഡിലേക്കൊക്കെ വേണമെങ്കിൽ മാറ്റിയിടാം. പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 100%, ഇപ്പോൾ ഒരു 1 lakh ഫണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 100% ഫണ്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫണ്ട് ഒരു 100% കൺസിഡർ ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു 30% അല്ലെങ്കിൽ ഒരു 40 to 50% എങ്കിലും നിങ്ങൾ ഈ സേഫസ്റ്റ്, ഞാനിപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്ത ഈ സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സിലേക്ക് ഇടാം. ഇപ്പോൾ ഡെപ്റ്റ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെയുള്ള ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ് ETF അതിലേക്കൊക്കെ ഇട്ടിട്ട് ബാലൻസ് ഉള്ള ഫണ്ട്സ് നിങ്ങൾ ഇതുപോലുള്ള BMAക്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കൂടിയ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു റിട്ടേൺ ഈസിലി എടുക്കാൻ പറ്റും. മനസ്സിലായി? അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് മാത്രം നോക്കിയാൽ നിങ്ങളാരും എവിടെ എത്തില്ല. നിങ്ങളാരും പണക്കാരും ആവില്ല, ഒന്നും ആവില്ല. നിങ്ങൾക്ക് ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വെറുതെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്തൊരു മേജർ ഒരു കീ ടേക്ക് അവേസ് എന്ന് പറഞ്ഞാൽ, ഇക്വിറ്റി വർക്ക്സ് ഫോർ ദ ലോങ് ടൈം ഇഫ് എ ഫോക്കസ്ഡ് ഓൺ ക്വാളിറ്റി ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. നിങ്ങളിപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു പർട്ടിക്കുലർ ഒരു സ്റ്റോക്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സെക്ടറിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഡിഫൻസ് സെക്ടർ, EV, മോട്ടോർ വെഹിക്കിൾ, FMCG, അങ്ങനെയുള്ള എല്ലാ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് ഏറ്റവും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡ്. ബിക്കോസ് ഏതെങ്കിലും ഒരു സെക്ടർ താഴെ പോയാലും ബാക്കിയുള്ള സെക്ടർ അതിനെ ബാക്ക് ചെയ്യും, ഈസിലി ബാക്ക് ചെയ്യും. നിങ്ങൾക്ക് ഈസിലി അതിന് നഷ്ടം വളരെ കുറയ്ക്കുക, അതിൽ നിന്ന് പ്രോഫിറ്റ് കൂടും. ഇപ്പോൾ ഉള്ള സിനാരിയോയിൽ എല്ലാ സെക്ടേഴ്സും താഴെയാണ് ആ സെല്ലിങ് വന്നതിന് ശേഷം. ഇനിയിപ്പോൾ കയറുമ്പോൾ എല്ലാ സെക്ടേഴ്സും കൊണ്ട് ഒരുമിച്ചേ കയറുള്ളൂ. മനസ്സിലായോ? അതുപോലെ തന്നെ ബിയറിഷ് മാർക്കറ്റ് ഈസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതായത് നിങ്ങളിപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസിപ്ലിനുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു, ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിയറിഷ് മാർക്കറ്റിലാണ്. ബിയറിഷ് മാർക്കറ്റിൽ നമുക്ക് ഇനി താഴത്തേക്ക് പോകാൻ ചാൻസ് വളരെ കുറവുള്ള സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് അവിടെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. മനസ്സിലായോ? നമ്മളിപ്പോൾ അല്ലാതെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള, ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആ മെത്തേഡ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബട്ട് നമുക്കിപ്പോൾ നമ്മൾ ഒരു കുറച്ചുകൂടി വിഷനുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഇനി ആ പർട്ടിക്കുലർ സ്റ്റോക്ക് ഇനി താഴത്തേക്ക് പോകാൻ അതിന് പറ്റില്ല. അതിൻ്റെ ഒരു മേജർ ലെവലിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണെങ്കിൽ ഇനി അതിന് താഴത്തേക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് അത്രയും പൊട്ടൻഷ്യലുള്ള സ്റ്റോക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ മാർക്കറ്റ് കണ്ടീഷൻ വളരെ മോശമായിരിക്കും. അങ്ങനെ ഒരു മോശം ഇതിന് മുന്നേ കൊറോണയുടെ ടൈമിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അതിൽ ക്രാഷ് ആയിരുന്നു. ക്രാഷ് പെട്ടെന്ന് റിക്കവർ ആവും. ക്രാഷിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് റിക്കവർ ആവും. ഇത് പെട്ടെന്ന് റിക്കവർ ആവുക എന്നുള്ളത് ചെറിയൊരു പാടാണ്. എന്നാൽ പോലും ഇനി അത് താഴത്തേക്ക് പോകാൻ ഒരു ചാൻസ് ഇല്ല. ഇനി ഇത് പതിയെ നിങ്ങൾ ഏതൊരു സ്റ്റോക്ക് എടുത്ത് നോക്കിക്കോ, ആ സ്റ്റോക്കിൻ്റെ ഇപ്പോൾ ഒരു ലോ ലെവലിൽ നിന്ന് അത് ഇങ്ങനെ ഒരു സ്വിംഗ് ഇൻ ദ സെൻസ് ഒരു സൈഡ് വേസ് ട്രെൻഡ് ആയിരിക്കും ഇപ്പോൾ കാണിക്കുക. അതെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മീനിങ്.
ഒരു സൈഡ് വേസ് ട്രെൻഡിങ് കാണിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്നൊരു ക്യുക്കിൽ ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും അത്. അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഇപ്പോൾ ഡൗൺ ട്രെൻഡിലിരിക്കുന്ന ഹൈ പൊട്ടൻഷ്യൽ അല്ലെ ക്വാളിറ്റിയുള്ള സ്റ്റോക്സിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അതൊക്കെയാണ് നമ്മൾ ഇതിനകത്തൊരു കീ ടേക്ക് അവേ ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം നല്ല സ്റ്റോക്സിൽ കണ്ടുപിടിച്ച്, വേറെ നല്ല സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 സ്റ്റോക്സിൻ്റെ എല്ലാത്തിനും ഇപ്പോൾ മിക്കതും ഡൗൺ ആയിട്ട് കിടക്കുവാണ്. അതിനകത്ത് നല്ല സ്റ്റോക്സ് എടുത്ത് അതിൻ്റെ ഒരു ലെവൽസ് ചെക്ക് ചെയ്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മാക്സിമം നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഈസി ചോദിക്കാം. ഞാൻ ഇതിൻ്റെ ഈ ഒരു PPT ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം. ഞാൻ ഇതുപോലെ തന്നെയുള്ള കുറച്ച് വീഡിയോ കണ്ടൻറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള, കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു വലിയൊരു വീഡിയോ കണ്ടൻറ്റ്സ് എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സിൽ ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ മാക്സിമം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ, സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇൻ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് നമുക്ക് എങ്ങനെ അത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള 2-3 വീഡിയോസ് ഞാൻ എൻ്റെ ഓൾറെഡി എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഏതെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ.